So, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 COA പറ്റിയിട്ടാണ്. സോ ആദ്യം നമുക്ക് എന്തിനെ പറ്റി പഠിക്കാം. വാട്ട് ഈസ് COA? ഫസ്റ്റ് ഓഫ് ഓൾ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. ഓക്കെ, ആർക്കിടെക്ചർ. സോ ഇതിൻ്റെ ആവശ്യം എന്താ? കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കീ കോമ്പണൻ്റ് ആണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ. അത് മാത്രമല്ല, ഇറ്റ് ഇസ് കൺസിഡേർഡ് വിത്ത് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഡിസൈൻ, അതിൻ്റെ ഓർഗനൈസേഷൻ, എന്തിൻ്റെ നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ, അതായത് CPU-യുടെ ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ CPU, അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെയുള്ള ഒരു ഇൻറ്റഗ്രേഷൻ, ഇതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ കീ പോയിന്റ് ആണ്. ഡിസൈൻ ആൻഡ് ഓർഗനൈസേഷൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് തന്നെ. ഓക്കെ, architecture extends upwards into computer software because a software architecture must cooperate with the operating system. Architecture എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതേപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ്. ഓക്കെ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് OSും അതേപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് എന്തായി പോകണം? കോർപ്പറേറ്റ് ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ്. Moreover, the computer designer must be understanding the software in order to implement optimal architecture. ഒരു കമ്പ്യൂട്ടർ ഡിസൈൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിന് നന്നായി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്താണ് ഒരു ഒപ്റ്റിമൽ ആയിട്ട് ആർക്കിടെക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഓരോന്നോരോന്ന് പറ്റിയിട്ടാണ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ്? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ്സ് ഇൻപുട്ട്, process data, store data and produce output, all according to a series of introduced instructions. എന്താ കമ്പ്യൂട്ടർ ചെയ്യണേ? ഇറ്റ് ജസ്റ്റ് ആക്സെപ്റ്റ് ഇൻപുട്ട്, ഇൻപുട്ട് ആക്സസ് ചെയ്യുന്നുണ്ട്, ഡേറ്റ പ്രോസസ് ചെയ്യുന്നുണ്ട്, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്, produces output പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്താ സ്റ്റോർ ചെയ്തേക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ അണ്ടറിൽ വരുന്നത്. അടുത്തത് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ദാറ്റ് ടെൽസ് ദ കമ്പ്യൂട്ടർ ഹൗ ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. എന്താ ഇത് ചെയ്യണം? ഹൗ ടു പെർഫോം ഒരു പെർട്ടിക്കുലർ ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ്സ് ദ ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഡിവൈസസ് ദാറ്റ് പ്രോസസ് ദ ഡേറ്റ. ഇതിലെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഡിവൈസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതെന്ന് പറയുന്നത് ഡേറ്റ പ്രോസസ് ചെയ്യും. ആൻഡ് ഇതെന്ന് പറയുന്നതിന് നമുക്ക് എന്തും കൂടി പറയാറുണ്ട്? പെരിഫറൽ ഡിവൈസസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പം എന്താ ഈ പെരിഫറൽ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ടു നമ്മുടെ കമ്പ്യൂട്ടർ ഇൻപുട്ടും ഔട്ട്പുട്ടും സ്റ്റോറേജും, ഔട്ട്പുട്ട് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നെറ്റ്വർക്ക് എന്താണെന്നാണ്. വാട്ട് ഈസ് നെറ്റ്വർക്ക്?
നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓർ മോർ കമ്പ്യൂട്ടേഴ്സ് ആർ അതർ ഡിവൈസസ് ദാറ്റ് ആർ കണക്റ്റഡ്. ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സോ ഇതോ കണക്റ്റഡ് ആയിട്ടുള്ളതിനെയാണ് എന്ത് പറയുന്നത്, നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്തിനായിരിക്കും, ചിലപ്പോൾ ഡേറ്റ ഷെയറിങ് ഡേറ്റ അല്ലെങ്കിൽ പ്രോഗ്രാം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ ടൈപ്സിനെ പറ്റിയിട്ടാണ്. കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ്, അതായത് അതിൻ്റെ സ്പീഡ്, അതേപോലെ തന്നെ കോസ്റ്റ്, കമ്പ്യൂട്ടേഷണൽ പവർ, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് അപ്ലിക്കേഷൻ, ഇതിൻ്റെയൊക്കെ ബേസിലാണ് ഇതിനെ ഡിഫറെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ആണ്. എന്തിൻ്റെ ഡിഫറൻസ്? കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. Computer organization and computer architecture. Architecture describes what the computer does. എന്താണ് കമ്പ്യൂട്ടർ ചെയ്യണേ? And organization describes how it is done. എന്താണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, എന്താ കമ്പ്യൂട്ടർ ചെയ്യണേന്നും ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താ ഡിസ്ക്രൈബ് ചെയ്യണേ, എങ്ങനെയാ അത് ചെയ്യണേ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, concerned with the way the hardware components operate and the way they are connected together to form computer system. എന്താണ് way hardware components operates, അതേപോലെ തന്നെ എന്താണ് വേർണം way they are connected together. It includes hardware details, അതായത് transparent to programmers such as control signal peripherals. Okay, എന്ന് പറയുന്നത് കൺട്രോൾ സിഗ്നൽ പെരിഫറൽസിനൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഓക്കെ, ഹാർഡ്വെയർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ആർക്ക്, പ്രോഗ്രാമേഴ്സിന്. ഇറ്റ് ഡിസ്ക്രൈബ് ദ ഹൗ കമ്പ്യൂട്ടർ പെർഫോംസ്, എങ്ങനെയാണ് കമ്പ്യൂട്ടർ പെർഫോം ചെയ്യണേ എന്നുള്ളതും ഇതിലുണ്ടായിരിക്കും. എക്സാമ്പിൾ സർക്യൂട്ട് ഡിസൈൻ, കൺട്രോൾ സിഗ്നൽ, മെമ്മറി ടൈപ്പ്, this all are under കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി എന്താ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ? Computer architecture is concerned with the structure and behavior of computer system. Behavior of computer system. അതായത് യൂസർക്ക് കാണുന്നതിനെ പറ്റിയിട്ടുള്ളതാണ്, ബേസിലാണ് ഇതിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ്, എന്തൊക്കെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിലുള്ളത്?
information, formatter, instruction setter, techniques for എന്തിനുള്ള ടെക്നിക്സ് അതിലുള്ള അഡ്രസ്സിങ് മെമ്മറി. ഇറ്റ് അഡ്രസ് എന്താ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഡസ്, വാട്ട് കമ്പ്യൂട്ടർ ഡസ്. ഇതാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ യൂണിറ്റ്സിനെ പറ്റിയിട്ടാണ്. എന്താ ഫങ്ഷണൽ യൂണിറ്റ്സ്? കമ്പ്യൂട്ടർ സിസ്റ്റംസ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാ 5 യൂണിറ്റ്സ്? ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, ALU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് പ്രൊസസ്സറാണ്. അങ്ങനെയാണെങ്കിൽ ദ മെത്തേഡ് ഓഫ് ഫീഡിംഗ് ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് ടു ദ കമ്പ്യൂട്ടർ ഇസ് അക്കംപ്ലിഷ്ഡ് ബൈ എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. സോ നമുക്ക് എന്താ ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസസ് റീഡ് ഡേറ്റ ഫ്രം സോഴ്സ് സച്ച് ആസ് എന്താ സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യും, ഡേറ്റ റീഡ് ചെയ്യും. എന്തൊക്കെ സോഴ്സസ് ആണുള്ളത്? അതായത് ഇപ്പോൾ മാഗ്നറ്റിക് ഡിസ്ക്, ട്രാൻസ്ലേറ്റ് ദ ഡേറ്റ ഇൻ ടു ഇലക്ട്രോണിക് ഇമ്പൾസസ്. ഈ ഇലക്ട്രോണിക് ഇമ്പൾസസിന്റെ എക്സാമ്പിൾ എന്താ? ADC. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെന്ന് പറയുന്നത് എവിടേക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? CPU ട്രാൻസ്ഫർ ചെയ്യും. സം ടിപ്പിക്കൽ ഇൻപുട്ട് ഡിവൈസസ്. എന്തൊക്കെ കുറച്ച് ടിപ്പിക്കൽ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? കീബോർഡ്, മൗസ്, സ്കാനർ. Okay, computer output devices convert the electric impulse into human readable form. Computer devices എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇതായിട്ടുള്ള DACനെ എന്ത് ചെയ്യും? ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. Displays, screens, printers, plotters, microfilms, synthesizers, high-tech boards, film recorders, etc. Okay, ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മെമ്മറിനെ പറ്റിയിട്ട്.
സോ മെമ്മറി എന്താ? A memory is a collection of storage cells together with associated circuits needed to transfer information in and out of the storage. Okay, ഇതെന്ന് പറയുന്നത് ഒരു collection of storage cells ആണ്. ഇതെന്ന് പറയുന്നത് എന്തിനോട് കണക്റ്റഡ് ആണ്? അസോസിയേറ്റീവ് സർക്യൂട്ട്സിനോട് കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഇത് എന്തിനാ ഉപയോഗിക്കണേ? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോർമേഷന് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്റ്റോറേജ്. ഓക്കെ, ഡേറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു കോമൺ ടേം ആണ് ഫോർ അച്ചീവിങ് ഡേറ്റ ഓർ ഇൻഫർമേഷൻ ഇൻ സ്റ്റോറേജ് മീഡിയം ഫോർ യൂസ് ബൈ കമ്പ്യൂട്ടർ. ഇറ്റ്സ് വൺ ഓഫ് ദ ബേസിക് യെറ്റ് ഫണ്ടമെന്റൽ ഫങ്ഷൻ പ്രോസസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ. ഇതെന്ന് പറയുന്നത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കമ്പ്യൂട്ടർ ഇതാക്കുന്നത്. ഓക്കെ, it is like a hierarchy of comprehensive storage solution for fast access. Okay, ഇതിനൊരു ഹൈറാർക്കി ഉണ്ട്. അതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കമ്പ്യൂട്ടേഴ്സിന് ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഹൈറാർക്കി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ യൂസിങ് സെവറൽ മെത്തേഡ്സ്. ഒരുപാട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് വഴി എന്താണ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, which leads to different levels of data storage. അതുകൊണ്ട് തന്നെ എന്താണ് ഡിഫറെൻറ്റ് ലെവൽസും സ്റ്റോറേജിന് വേണ്ടിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പറയുന്നതാണ് എന്ത്? പ്രൈമറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഡേറ്റ സ്റ്റോറേജ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയാം? നമുക്ക് റാം എന്ന് പറയാം. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറി. Okay, it refers to main storage of the computer. ഇതെന്ന് പറയുന്നത് എന്താണ്? മെയിൻ സ്റ്റോറേജ് ആണ്. Because it holds data and applications that are concurrently in use of the computer. Then there is secondary storage, which refers to the external storage device and external media such as hard drive, optical medium, etc. Okay, അടുത്തത് പറയുന്നതാണ് എന്ത്? ALU. ALU പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? After you enter data that the input device is stored in primary storage unit, the arithmetic logic unit refers to actual storage of the data and instruction. Okay, the major operation performed by the ALU എന്ന് പറയുന്നത് എന്താ? addition, subtraction, multiplication, logic, division, comparison, ഇതൊക്കെയാണ് വരുന്നത്. So നമ്മൾ ALUവിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് കൺട്രോൾ യൂണിറ്റിനെ പറ്റിയിട്ടാണ്. The next component of the computer is the control unit, which act like a supervisor, seeing whether things are done in a proper fashion. അതായത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ യൂണിറ്റ് ഉള്ളത്. കൺട്രോൾ യൂണിറ്റ് controls and coordinates the entire operating system. മൊത്തത്തിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് describes the sequence in which computer programs and instructions are executed. എന്ത് ഓർഡറിലാണ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ്. Things are processed in the program stored in the main memory. തിങ്സ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ മെമ്മറിയിലെ ഏത് പ്രോഗ്രാംസ് ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, പ്രോസസ്സ് ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. Interruptions of the instructions and using the signals of other units of the computer to execute them.
ഓക്കെ, ബാക്കിയുള്ളത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. It also acts as a switchboard operator when several users access the computer simultaneously. ഒരേ സമയം കുറേ യൂസേഴ്സ് എന്താ ഒരേ സമയം കുറേ യൂസേഴ്സ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ പോലെ വർക്ക് ചെയ്യാറുണ്ട്. ദേ thereby it coordinates the activities of the computer's peripheral equipments as they perform input-output. ഇൻപുട്ടും ഔട്ട്പുട്ടും പെർഫോം ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ പെരിഫറൽസ് ആയത് കാരണം കൊണ്ട് ഇത് എന്ത് ചെയ്യാറുണ്ട്, ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് therefore it manages all the operations, എല്ലാ ഓപ്പറേഷൻസും മാനേജ് ചെയ്യാറുണ്ട്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സി പി യുവിനെ പറ്റിയിട്ടാണ്. സി പി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, the arithmetic logic unit, control unit and memory unit of the computer system are jointly known as CPU. Okay, the logical unit CPU CPU. We may call CPU the brain of the computer. Brain of the computer is the CPU. It is just like a human brain that takes all major decisions. All major decisions in the central processing unit makes all the sorts of calculation and direction different parts of the computer by activating and controlling the operations. Okay, ഇതെന്ന് പറയുന്നത് എല്ലാ സോർട്സ് ഓഫ് കാൽക്കുലേഷനും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരാണ്, സി പി യു ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് എന്താണ്, ബേസിക് ഓപ്പറേഷണൽ കൺസെപ്റ്റ്സ്. Basic operational concepts. ഈ basic operational concepts എന്താ വരുന്നത്? To perform the given task, an operating program consists of the list of the instructions stored in the memory. അതായത് എത്ര നമ്മുടെ ഒരു മെമ്മറിയുടെ സ്റ്റോർ ചെയ്തേക്കുന്ന ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് എന്താണ് എടുത്തു വയ്ക്കുന്നുണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ആർ നോട്ട് ഇൻ ടു ദ മെമ്മറി ടു ദ പ്രോസസ്സർ. ഇത് ഓരോ ഇൻസ്ട്രക്ഷൻസ് വൺ ബൈ വൺ ആയിട്ട് ഇൻ ദ പ്രോസസ്സറിലേക്ക് കൊണ്ടുവരും മെമ്മറി, വിച്ച് എക്സിക്യൂട്ട്സ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ്. ഇനി പറയാൻ പോകുന്ന ഓപ്പറേഷൻസ് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നതാണ് ലോഡ് ഓപ്പറേഷൻ. ലോഡ് ഓപ്പറേഷൻ എന്താ ചെയ്യുന്നത്, ഡേറ്റ ടു രജിസ്റ്റർ ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അടുത്തത് എന്ന് പറയുന്നത് സ്റ്റോർ ഓപ്പറേഷൻ. സ്റ്റോർ ഓപ്പറേഷൻ പറഞ്ഞാൽ എന്താ, ഡേറ്റ ടു മെമ്മറിയാണ്. ഓക്കെ, ലോഡ് ആൻഡ് സ്റ്റോർ ആണ് വരുന്നത്. സോ ഇതിൽ ഒരു ടിപ്പിക്കൽ ഇൻസ്ട്രക്ഷനിൽ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇതിൽ നോക്കിക്കോ, ലോഡ് LOC R2. The operand at LOC is fetched from the memory into the processor. The operand is stored in the register R2. R2ലാണ് രജിസ്റ്റർ നമ്മുടെ ഓപ്പറൻഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മെമ്മറിയിൽ നിന്ന് ഇവിടെ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ആഡ് R1 R2 and R1 R2 and R3 അല്ലേ. ഇവിടെ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ദ കണ്ടൻസ് ഫ്രം രജിസ്റ്റർ R1 and R2. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ സമ്മിന്റെ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും, R3യിൽ സ്റ്റോർ ചെയ്യും. ഈ R1 and R2നെ ആഡ് ചെയ്തതിന് ശേഷം R3യിൽ സ്റ്റോർ ചെയ്തേക്കും. This instruction copies the operand in register R4. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ എവിടെ സ്റ്റോർ ചെയ്തേക്കുക, R4ൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, സ്റ്റോർ ഓപ്പറേഷൻ വന്നില്ലേ, ഡേറ്റേനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോസസ്സാണ് സ്റ്റോർ ഓപ്പറേഷൻ. ആഡ് കണ്ടന്റ് R1 R0 and place the sum in R0. ഓക്കെ, നമ്മൾ R1 + R0 ചെയ്തിട്ട് അതിനെ R0യിൽ പ്ലേസ് ചെയ്യാണ് ഇവിടെ ചെയ്യണത്. ഓക്കെ ആണോ? ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഷോസ് ഹൗ ദ മെമ്മറി ആൻഡ് പ്രൊസസ്സർ ക്യാൻ ബി കണക്റ്റഡ്. എങ്ങനെ മെമ്മറിയും പ്രൊസസ്സറും തമ്മിൽ കണക്ട് ചെയ്യാമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇൻ അഡീഷണൽ ടു ALU, ദ കൺട്രോൾ സർക്കുലേറ്ററി, ദ പ്രൊസസ്സർ കണ്ടെയ്ൻസ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ്. ഇതിൽ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, അതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസസും ഉണ്ട്. സോ നമ്മൾ
അതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സിനെ പറ്റിയിട്ട്. ഓക്കെ ആണോ? ആദ്യത്തെ എന്ന് പറയുന്നത് എന്താ? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, അതായത് IR. ഈ IR എന്താ? ഹോൾസ് ദ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഇസ് കറന്റ്ലി ബീയിങ് എക്സിക്യൂട്ടഡ്. ഇപ്പൊ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിനെ നമുക്ക് എന്താ പറയാൻ പറ്റുക? PC എന്നും പറയാൻ പറ്റും. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ എന്താ കണ്ടെയ്ൻ ചെയ്യുന്നത്? മെമ്മറി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അടുത്ത ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അടുത്ത ഇൻസ്ട്രക്ഷന്റെ മെമ്മറി എടുത്തു വെക്കുന്ന സ്ഥലമാണ് എന്ത്? പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, ഇൻ അഡീഷണൽ ടു IR ആൻഡ് PR അവിടെ എന്തുണ്ടാവും? കുറെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടാവും. എന്തുണ്ടാവും? ജനറൽ purpose registers ഉണ്ടാവും. They serve a variety of functions including, ഇത് ഈ രജിസ്റ്റേഴ്സിന്റെ എത്ര നമ്പർ ഉണ്ടായിരിക്കും? R0 തൊട്ട് Rn-1 വരെ ഉണ്ടാവും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഹാവിങ് ലോഡഡ് ഫ്രം ദ മെമ്മറി ഫോർ പ്രോസസ്സിംഗ്. സോ ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ, പിന്നെ അടുത്തത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. 3 എണ്ണമാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പറേറ്റിംഗ് സ്റ്റെപ്സിനെ പറ്റിയിട്ടാണ്. ഓപ്പറേറ്റിംഗ് സ്റ്റെപ്സ്, ഈ ഓപ്പറേറ്റിംഗ് സ്റ്റെപ്സിൽ എന്താ വരുന്നത്? സോ ആദ്യം programs resides in the memory through input devices. ഇൻപുട്ട് വഴിയാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഓക്കെ, PC is set to the point to the first instruction. സോ പ്രോഗ്രാം കൗണ്ടറിന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് ഇത് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കും. അതിനുശേഷം the content of the PC are transferred to the MAR, അതായത് എന്താണ്? ഇൻപുട്ട് വഴി എന്താണ്? ഉള്ളിൽ കയറി കേട്ടോ. അതിനുശേഷം നമ്മൾ PCന്ന് ഇൻസ്ട്രക്ഷൻ എടുത്ത് MARലേക്ക് കൊടുക്കും. അതായത് MARക്ക് നമ്മൾ എന്ത് ചെയ്യും? കണ്ടന്റ് ട്രാൻസ്ഫർ ചെയ്യും PCന്ന്. A read signal is sent to the memory. ഓക്കെ, അപ്പം എന്തുണ്ടാവും? ഇവിടെ വെച്ചിട്ട് ഒരു റീഡ് സിഗ്നല് മെമ്മറിക്ക് കൊടുക്കും. ഓക്കെ ആണോ? The first instruction is read out and loaded into the MDR. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? MARക്ക് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും? കൊടുക്കും. ഓക്കെ ആണോ? The content from MDR MAR അടുത്തത് ആർക്കാ കൊടുക്കുക? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർക്ക് കൊടുക്കും. Decode and execute the instruction. എന്നിട്ട് IR എന്ത് ചെയ്യും? ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തെടുക്കും. എന്നിട്ട് ഈ ഇവിടെ ഇപ്പം ഇനി വല്ല ഓപ്പറേഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ALUനെ വിളിക്കും. ഓക്കെ, ഇവിടെ നിന്നാണ് എന്ത് ചെയ്യണത്? നമ്മുടെ ഇതൊക്കെ ചെയ്യണത്, ഓപ്പറേഷൻസ് ചെയ്യണത്, അരിത്തമാറ്റിക് ഓപ്പറേഷൻ. ഓക്കെ, അതിനുശേഷം ഇതിനെ എവിടേക്ക് തിരിച്ചു കൊടുക്കും? ഇതിൻ്റെ റിസൾട്ടൻറ്റിനെ ജനറൽ പർപ്പസ് രജിസ്റ്റർക്ക് കൊടുക്കും. ഓക്കെ ആണോ? ജനറൽ പർപ്പസ് രജിസ്റ്റർക്ക് കൊടുത്തു. ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ PC is incremented to the നെക്സ്റ്റ്. ഇവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് PCക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനുള്ളത് കൊടുക്കും. ഓക്കെ, ഇൻ അഡീഷൻ ദ ട്രാൻസ്ഫറിങ് ഡേറ്റ become between the memory and the processor. The computer access the data from input devices and send the signal to output devices. Input devices നിന്ന് output devicesക്ക് കൊടുക്കും. ഓക്കെ ആണോ? In order to respond immediately to some instructions of the current program must be suspended. നമുക്ക് ഇമ്മീഡിയറ്റ്ലി കിട്ടാൻ വേണ്ടിയിട്ട് കറണ്ട് പ്രോഗ്രാം ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. To cause this, the device raises interrupt signal. എന്ത് റേസ് ചെയ്യും? Interrupt signal erase ചെയ്യും. Okay, which is a request for the server by the processor. The processor provides the request service by executing a program called interrupt service routine. Interrupt service routine.
ഓക്കെ ആണോ? ഇവിടെ നമ്മൾ ഓപ്പറേഷണൽ സെറ്റിൽ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് എടുക്കണു, പി സിക്ക് പോകണു, പി സിന്ന് എന്ത് ചെയ്യണു, എം എ ആർക്ക് കൊടുക്കണു, അവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു റീഡ് സിഗ്നൽ വഴി മെയിൻ മെമ്മറിയിൽ നിന്ന് ചോദിക്കണു, അവിടെ നിന്ന് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എടുക്കണു, ഇൻസ്ട്രക്ഷൻ എടുത്തതിന് ശേഷം എം എ ആർക്ക് തിരിച്ചു കൊടുക്കണു, എം എ ആർ എന്ത് ചെയ്യും, അതിന് ഐ ആർക്ക് കൊടുക്കണു, ഐ ആറിൽ അതിപ്പോൾ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിന് എ എല്ലിലേക്ക് കൊടുക്കണു, അവിടുന്ന് ജനറൽ പർപ്പസ് രജിസ്റ്റർക്ക് കൊടുക്കണു, എന്നിട്ട് എന്താ ഔട്ട്പുട്ട് ഡിവൈസസ്ക്ക് സാധനം എത്തിക്കാം. അങ്ങനെ ഓക്കെ. ഇവിടെ ഇൻട്രപ്റ്റ് സിഗ്നലിനെ പറ്റിയിട്ടും ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനെ പറ്റിയിട്ടും നമ്മൾ പറയും കേട്ടോ. ഓക്കെ. അടുത്തത് ബസ് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് ലൈക്ക് നേരെ ചൊവ്വേ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ ജസ്റ്റ് സ്റ്റഡി ദിസ്. ലൈക്ക് ഇനി ഇതൊന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പ്രശ്നം വരണ്ട. ഓക്കെ. സോ ബസ് സ്ട്രക്ചർ. So, a bus is shown in figure 3. ഇതാണ് ഇവിടെ implements the interconnection networks. അതായത് interconnection networks implement ചെയ്യുന്ന ഒരു സിമ്പിൾ സ്ട്രക്ചർ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The only source destination pair of the units can use this bus to transfer data at any time. ഏത് പെയർ വേണമെങ്കിൽ യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. The bus consists of 3 sets. ഓക്കെ, 3 സെറ്റ്സ് ആണ് വരുന്നത്. അത് ഏതൊക്കെയാണ്? അഡ്രസ്, പിന്നെന്താ, ഡേറ്റ ആൻഡ് കൺട്രോൾ. ഡേറ്റ ആൻഡ് കൺട്രോൾ, അഡ്രസ്, ഡേറ്റ ആൻഡ് കൺട്രോൾ ആണ് 3 വരുന്നത്. ഓക്കെ ആണോ? Address, data and control. Input-output devices interfaces are connected to these lines as shown in figure 4 of an input-output device. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന്റെ ഇന്റർഫേസസ് എന്ന് പറയുന്നത് ഈ ലൈൻസിൽ കണക്റ്റഡ് ആയിരിക്കും. ഈച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇസ് അസൈൻഡ് ടു യുണീക് സെറ്റ് ഓഫ് അഡ്രസ്സസ് ഓഫ് ദ രജിസ്റ്റേഴ്സ് ടു ഇറ്റ്സ് ഇന്റർഫേസ്. അതായത് ഓരോന്നും ഓരോ ഡിഫറെന്റ് യുണീക് സെറ്റ് ഓഫ് അഡ്രസ്സസ് ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. When the processor places a particular address on the address line, it is examined by the address decoder of the all devices on the bus. ഓക്കെ, ഒരു പ്രോസസ്സർ ഒരു പെർട്ടിക്കുലർ അഡ്രസ് ലൈനിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ആ ബസ്സിലുള്ള എല്ലാ ഡിവൈസസിൻ്റെയും അഡ്രസ് ഡീകോഡർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കി വെക്കും. ദ ഡിവൈസ് ദാറ്റ് റെക്കഗ്നൈസ് ദിസ് അഡ്രസ് റെസ്പോൺസ് ടു ദ കമാൻഡ് ഇഷ്യൂഡ് ഓൺ ദ കൺട്രോൾ ലൈൻ. ഓക്കെ, ഏത് ഡിവൈസ് ആണോ ഈ അഡ്രസ് കോഡ് റെക്കഗ്നൈസ് ചെയ്യുന്നത് അവരെന്ത് ചെയ്യും, ഒരു കമാൻഡ് കൊടുക്കും കൺട്രോൾ ലൈനിക്ക്. The processor uses the control line to either send a read or write operation and the request data are transferred over data line വഴി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്, റീഡ് ഓർ ഡേറ്റ വഴി. When input output devices are the memory shared the same address space, the arrangement എന്ന് നമ്മൾ പറയുന്നതാണ് memory mapped input output. In memory mapped input output എന്താ ഇതിനെ പറയാ? memory mapped ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ ആണോ? എന്താ ഇതിൽ പറഞ്ഞേക്കണ? ഒരു പ്രൊസസ്സർ എന്ന് പറയുന്നത് എന്താ, കൺട്രോൾ ലൈൻസ് യൂസ് ചെയ്യും. എന്തിനാ? ഒന്നെങ്കിൽ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, ഡേറ്റ ലൈൻസ് വഴി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനോ വേണ്ടിയിട്ടാണ്. എപ്പോഴാണോ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും മെമ്മറിയും എന്താ പറയുക സെയിം അഡ്രസ് സ്പേസ് ഷെയർ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റിനെയാണ് മെമ്മറി മാപ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. Any machine instruction that can access memory can use the data transfer or from input output devices. ഏത് മെഷീൻ ഇൻസ്ട്രക്ഷന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ മെമ്മറി ആക്സസ് ചെയ്യുന്ന എല്ലാവർക്കും ഡേറ്റ ട്രാൻസ്ഫർ നടത്താൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, if the input devices is a keyboard and data in is the data register and data out may be data register for a display device interface. ഇവിടെ load R2 data in reads the data from data in and store into processor register R2. ഇവിടെ data in എന്ന് റീഡ് ചെയ്തെടുത്തതിന് ശേഷം R2 സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ എന്താ ചെയ്യണേ,
sends the content of R2 to location data out. Data outക്ക് R2 ഉള്ള കണ്ടന്റ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Address decoder, the data status register and control circulatory required to the coordinate input output transfer constitute the device input എന്താണ് interface circuit. Okay, so ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബസ് സ്ട്രക്ചറിൽ 3 ടൈപ്പ് ഓഫ് ബസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അഡ്രസ്സ്, ഡേറ്റ, കൺട്രോൾ. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി മാപ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിനെ പറ്റിയിട്ടും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താണ് memory locations and addresses. The memory consists of many millions of storage cells, each of which can store a bit of information having values zeros and one. Zeros ഉം ones ഉം വെച്ചിട്ടാണ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തെക്കാൻ പറ്റുക. The memory is organized so that a group of n bits can be stored or retrieved in single basic operation. ഇതെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് n ബിറ്റ്സിനാണ് എടുക്കുന്നത്. സോ ദാറ്റ് എന്താണ്, നമുക്കൊരു സിംഗിൾ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് വഴി നമുക്ക് സ്റ്റോർ ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. Each group of n is referred to as എന്താണ്, വേർഡ് എന്നാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ n എന്ന് പറയുന്നത് എന്താണ്, വേർഡ് ലെങ്ത് ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. The memory of the computer can be schematically represented as a collection of words. Memory എന്ന് പറയുന്നത് നമുക്ക് എന്താ ഒരു collection of words ആയിട്ട് കാണിക്കാൻ പറ്റും. Modern computers has word length that is typically ranging from 16 to 64 bits വരെ വരാറുള്ള ഇത് മെമ്മറീസ് ഇപ്പോൾ നമ്മുടെ മോഡലിലുണ്ട്. ഓക്കെ, ഒരു 8 ബിറ്റ് ഉള്ള ഇതിനെ നമ്മൾ എന്താ പറയാ, അതിനെ ഒരു ബൈറ്റ് എന്നാണ് പറയാ. Machine instruction may require one or more words for their representation. ഒന്നിലധികം വേർഡ്സ് ചിലപ്പോൾ നമുക്ക് റെപ്രസെൻറ്റേഷന് വേണ്ടി വരും. Accessing the memory to store the required a single item of information, whether the word or byte required distinct names, addresses of each location. ഓരോ ലൊക്കേഷനും ഡിഫറെൻറ്റ് നെയിംസ് ആൻഡ് അഡ്രസ് ഉണ്ടെങ്കിലാണ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുള്ളൂ. The memory can be up to 2K addressable locations. 2K addressable locations വരെ മെമ്മറി ആവാൻ പറ്റും. 2K addresses constitutes the address space of the computer. ഇതിൻ്റെ അഡ്രസ് സ്പേസ് ഓഫ് ദ കമ്പ്യൂട്ടറിനെയാണ് കാണിക്കുന്നത്. ഓക്കെ ആണോ? ഇതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക് ആണ് എന്ത്, ബൈറ്റ് അഡ്രസ്സബിലിറ്റി. ഓക്കെ, അഡ്രസ്സബിലിറ്റി. സോ ഇതിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, വി now have 3 basic information quantities to deal with: bit, byte and word. എന്തൊക്കെയാണ്? bit, byte and word. A byte എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ്സ് ആണ് ഉള്ളത്. 8 ബിറ്റ്സ് ആണുള്ളത്. ബട്ട് ദ വേർഡ് ലെങ്ത് ടിപ്പിക്കലി റേഞ്ച് ഫ്രം 16 to 64 ബിറ്റ്സ്. വേർഡ് ലെങ്ത്തിൽ എന്താ ഉള്ളത്, 16 to 64 ബൈറ്റ്സ് വരെ, ബിറ്റ്സ് വരെ വരാം. ഓക്കെ, ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ ടു assign distinct address to individual bits locations in the memory. നമുക്ക് ഇംപ്രാക്ടിക്കൽ ആണ് ഓരോന്നിനും ഓരോത് കൊടുക്കുക എന്ന് പറയുന്നത്. The most practical assignment is to have successive addresses reference to
സക്സസീവ് ബൈറ്റ് ലൊക്കേഷൻസ് ഇൻ ദ മെമ്മറി. സക്സസീവ് ആയിട്ടുള്ള അഡ്രസ്സ് സക്സസീവ് ആയിട്ടുള്ള ബൈറ്റ് ലൊക്കേഷൻസിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ദ ടേം ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി ഈസ് യൂസ്ഡ് ഇൻ ദിസ് അസൈൻമെന്റ്. ഇവിടെയാണ് എന്ത് ബൈറ്റ് അക്സസിബിൾ മെമ്മറി എന്ന് പറഞ്ഞ ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. Byte location have address 0, 1, 2. Thus the word length of the machine എന്ന് പറയുന്നത് 32 bits ആണ് നിൽക്കുക. സക്സസീവ് വേർഡ്സ് ആർ എന്തായിരിക്കും 0, 4, 8 അങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതായത് 4 ബൈറ്റ്സ് വെച്ചിട്ടായിരിക്കും ഓരോ വേർഡും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. ഇതാണ് എന്ത് ബൈറ്റ് ആക്സസിബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ ആണോ? അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന അടുത്ത സബ്സെറ്റ് ആണ്, സബ് ടോപ്പിക് ആയിട്ട് വരുന്നതാണ് എന്ത് ബിഗ് എൻഡിയൻ and little endian. ഇതെന്താ സംഭവം? ബിഗ് എൻഡിയൻ ആൻഡ് ലിറ്റിൽ എൻഡിയൻ. There are two ways that byte addresses can be cross assigned crossword. ഇത് നമുക്ക് ബിറ്റ് അഡ്രസ്സ് ഇങ്ങനെ അസൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. The name big endian used where lower byte addresses are used in the most significant bit. MSBയിൽ എന്താ പറയാ ലോവർ ബൈറ്റ്സ് ആണ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ ആണോ? ആൻഡ് നെയിം ഓഫ് ദ ലിറ്റിൽ എൻഡിയൻ ഈസ് യൂസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ. അതായത് ലോവർ ബൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ LSBയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് പറയണത്. ഇൻ ബോത്ത് കേസസ് ബൈറ്റ് അഡ്രസ് 0, 4, 8 ആർ ടേക്കൺ ഇൻ ദ addressing of the successive word in the memory of the computer. With 32-bit words, there are addresses that are used in the accessing memory stored in the retrieval of the data. ഇതിൽ നോക്കിയറിയാം അല്ലേ? അതായത് 0, 1, 2, 3 പറഞ്ഞിട്ടാണ് എന്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നേരെ തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ബിഗ് എൻഡിയനും ലിറ്റിൽ എൻഡിയനും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത സബ് ടോപ്പിക് ആയിട്ട് വരുന്നതാണ് എന്താണ് വേർഡ് അലൈൻമെന്റ്. വേർഡ് അലൈൻമെന്റ് പറഞ്ഞെന്താ? In this case, 32-bit word length natural word boundaries occur at an address of 0, 4, 8 അങ്ങനെ പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. They say that word location are assigned addresses if they begin at a byte address that is multiple of the number of bytes in the word. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് അഡ്രസ് ആയിട്ടായിരിക്കുമല്ലോ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ഇതെന്ന് പറയുന്നത് ബൈറ്റ് അഡ്രസ് വെച്ചിട്ടാണ് ബിഗിൻ ചെയ്യുന്നത് എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിന്റെ നമ്പർ ഓഫ് ബൈറ്റ്സിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇത് എന്ന് പറയുന്നത്. ഫോർ പ്രാക്ടിക്കൽ റീസൺ അസോസിയേഷൻ വിത്ത് മാനിപ്പുലേഷൻ ഓഫ് ബൈനറി കോഡഡ് അഡ്രസ് ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ഇൻ എ വേർഡ് ഇസ് ദ പവർ ഓഫ് 2. ഇതിൽ പവർ ഓഫ് 2 ആയിട്ടാണ് കൊടുക്കുന്നുണ്ടാവുക. ഹെൻസ് ദ വേർഡ് ലെങ്ത് ഓഫ് 16 എന്ന് പറയുന്നത് 2 ബൈറ്റ്സ് ആയിരിക്കും. അതായത് വേർഡ് ലെങ്ത് 16 ആണെങ്കിൽ അതെന്ന് പറയുന്നത് 2 ബൈറ്റ്സ് ആയിരിക്കും. അലൈൻ ടു ദ വേർഡ് ഇതെന്ന് പറയുന്നത് 0, 2 അങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. 64 ആണെങ്കിൽ 32 ബൈറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇതെന്ന് പറയുന്നത് 8, 16 അങ്ങനെയായിരിക്കും ഇതിൻ്റെ അലൈൻമെൻറ്റ് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത സബ് ടോപ്പിക് ആയിട്ട് വരുന്നതാണ് എന്ത് ആക്സസിങ് നമ്പർ ആൻഡ് ക്യാരക്ടർ. ആക്സസിങ് നമ്പർ ആൻഡ് ക്യാരക്ടർ. ഇവിടെ എന്താ എ നമ്പർ യൂഷ്വലി occupies one word and can be accessed in the memory by specifying its word address. വേർഡ് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. സിമിലർലി ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ദെയർ ബൈറ്റ് അഡ്രസ്. ഓരോ നമുക്ക് ബൈറ്റ് അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ പ്രോഗ്രാമിംഗ് കൺവീനിയൻസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഹാവ് ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പെസിഫൈയിങ് അഡ്രസ് ഇൻ ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് എടുത്തു വെക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ഡിസ്കസ് ചെയ്തത്? മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് അഡ്രസ്സിൽ നമ്മൾ ആദ്യം 1s 0s ആയിരിക്കും വെക്കുന്നുണ്ടാവുക. ഇതിൽ വേർഡ് ലെങ്ത് ബൈറ്റ്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
8 യൂണിറ്റ് ഉണ്ടാവും. അതിൻ്റെ അണ്ടറിൽ ആദ്യത്തെ സബ് ടോപ്പിക് ആയിട്ട് വന്നത് ബൈറ്റ് ആക്സസിബിലിറ്റി ആണ്. അതിൽ നമ്മൾ ബിറ്റ് ബൈറ്റ് വേർഡിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അതിൻ്റെ അണ്ടറിൽ വന്നത് ബിഗ് എൻഡിയൻ ആൻഡ് ലിറ്റിൽ എൻഡിയൻ ആണ്. അതിൽ നമ്മൾ ബിഗ് എൻഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSBയിൽ ലോവർ ബിറ്റും ലിറ്റിൽ എൻഡിയനിൽ ലോവർ ബിറ്റ് എവിടെ ഉണ്ടാവുക, LSBയിലുമാണ് ഉണ്ടാവുക പറഞ്ഞു. പിന്നെ നമ്മൾ വേർഡ് അലൈനബിലിറ്റിയിൽ പവർ 2ലാണ് വരിക. അതേപോലെ തന്നെ ഇപ്പോൾ വേർഡ് ലെങ്ത് 16 ആണെങ്കിൽ അത് 2 ബൈറ്റ് എന്ന് പറയുന്നത് 0 to 4ഉം, അതേപോലെ തന്നെ 64 വേർഡ് ലെങ്ത് ഉണ്ടെങ്കിൽ 32 ബൈറ്റ്സിലും അത് 0816ലാണ് വരുന്നത് പറഞ്ഞു. പിന്നെ നമ്മൾ ആക്സസിങ് നമ്പർ ആൻഡ്